നമസ്കാരം. ഇന്ന് ഞാൻ ഒരു അപ്പൂപ്പൻ്റെയും അമ്മൂമ്മയുടെയും കഥയാണ് പറയാൻ പോകുന്നത്. അപ്പൂപ്പൻ, അമ്മൂമ്മ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? മുടിയൊക്കെ നരച്ച് കുറച്ച് പല്ലൊക്കെ പോയി സ്നേഹനിധികളായ 2 പേർ. പക്ഷെ ഇവിടെ അതല്ല. ഇവിടുത്തെ അപ്പൂപ്പനും അമ്മൂമ്മയും ഭയങ്കര പിടിവാശിക്കാരാ. അതും അപ്പൂപ്പനൊരു പിശുക്കനുമാണ്. പിശുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ ചെലവാക്കാൻ മടിയുള്ളതുകൊണ്ട് പല ദിവസങ്ങൾ അവർ പട്ടിണി വരെ കിടക്കും. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും അപ്പം കഴിക്കാൻ കൊതിയായി. അമ്മൂമ്മ പറഞ്ഞു, കുറച്ച് അരിയും തേങ്ങയും മേടിക്കുകയാണെങ്കിൽ നമുക്ക് അപ്പം കഴിക്കാം. അപ്പൂപ്പൻ സമ്മതിച്ചു. 1 സെക്കൻഡ്. പക്ഷേ അരി മേടിക്കണമെങ്കിൽ പൈസ ചെലവാക്കണ്ടേ? അപ്പോൾ അപ്പൂപ്പൻ ആലോചിച്ച് അവസാനം ഒരു ഉപായം കണ്ടെത്തി. തൻ്റെ പൊതുപ്പിൻ്റെ അറ്റത്ത് ചക്കപ്പശ തേച്ച് അപ്പൂപ്പൻ അരിക്കടയിലേക്ക് നടന്നു. കടയിൽ അരി ഇരിക്കുന്ന ചാക്കിൻ്റെ മുകളിൽ ആ പൊതുപ്പ് ഒന്നും അറിയാത്ത പോലെ ഇട്ടു. 1 സെക്കൻഡ്. അപ്പോൾ കുറച്ച് അരി പൊതുപ്പമേ ഇട്ടിരുന്നു. അപ്പൂപ്പൻ ആ അരി പറക്കിയെടുത്തിട്ട് പല തവണ ഇത് ചെയ്തു. അവസാനം അപ്പൂപ്പന് അപ്പുണ്ടാക്കാൻ അരി കിട്ടി. വീട്ടിലേക്ക് പോകുന്ന വഴി ഒരു കാക്ക തേങ്ങയുമായി പറന്ന് വരുന്ന കണ്ട് അപ്പൂപ്പൻ ഒരു കല്ല് എടുത്ത് എറിഞ്ഞു. പേടിച്ചു പോയ കാക്ക തേങ്ങ അവിടെ ഇട്ടിട്ട് പറന്നു പോയി. അപ്പൂപ്പൻ ആ തേങ്ങ എടുത്തിട്ട് വീട്ടിലേക്ക് ചെന്നു. എന്നിട്ട് അമ്മൂമ്മയ്ക്ക് ആ അരിയും തേങ്ങയും കൊടുത്തു. അമ്മൂമ്മ ആ അരി കഴുകി പൊടിച്ച് തേങ്ങയും ചേർത്ത് അപ്പം ചുട്ടു. ആകെ 3 അപ്പം കിട്ടിയുള്ളൂ. അപ്പൂപ്പൻ പറഞ്ഞു, എനിക്ക് 2 അപ്പം വേണം, നീ 1 കഴിച്ചാൽ മതി. അമ്മൂമ്മ സമ്മതിക്കുമോ? അമ്മൂമ്മ പറഞ്ഞു, ഞാനാണ് കഷ്ടപ്പെട്ട് അപ്പം ഉണ്ടാക്കിയത്, എനിക്ക് 2 അപ്പം വേണം. ഇങ്ങനെ ആകെ തർക്കിച്ച് അവസാനം ഒരു തീരുമാനത്തിലെത്തി. 2 പേരും മിണ്ടാതിരിക്കാം. ആരാണ് ആദ്യം മിണ്ടുന്നത് അവർ തോൽക്കും. എന്നിട്ട് അവർക്ക് 1 അപ്പം കിട്ടുമല്ലോ, മറ്റേ ആൾക്ക് 2 അപ്പം. ഇങ്ങനെ മത്സരം തുടങ്ങി. കുറേ നേരം കഴിഞ്ഞപ്പോൾ ക്ഷീണിച്ച് അവരൊക്കെ കടന്നു. പക്ഷെ മത്സരം കഴിഞ്ഞിട്ടില്ല കേട്ടോ. അതേസമയം അതുവഴി വന്നൊരു കുട്ടി അടുക്കള ജനലിലൂടെ കണ്ട അപ്പം കട്ടുകൊണ്ട് പോയി. ഇതൊന്നും അറിയാതാണ് അപ്പൂപ്പൻ അമ്മൂമ്മയും കടന്നത്. കുറേ നേരം കഴിഞ്ഞപ്പോൾ ക്ഷമ നശിച്ച അപ്പൂപ്പൻ പറഞ്ഞു, ഞാൻ തോറ്റു. സന്തോഷത്തോടെ അമ്മൂമ്മ ചാടി എണിച്ച് അടുക്കളയ്ക്ക് ഓടി. അതാ എല്ലാ അപ്പം പോയി. 1 അപ്പം ബാക്കി ഉണ്ടായിരുന്നില്ല. സങ്കടത്തോടെ അപ്പൂപ്പനും അമ്മൂമ്മയും ആ ദിവസം പട്ടിണി കിടന്നു. കുറച്ച് വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ടെങ്കിൽ 1 അപ്പെങ്കിലും കിട്ടിയെന്ന് അല്ലേ? ഇതിനെന്ത് നിങ്ങൾക്ക് മനസ്സിലായേ? വാശി പിടിച്ചാൽ ഉള്ളതും പോവും. നന്ദി, നമസ്കാരം.